ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ, കനകക്കുന്നിലാണ് ലൈറ്റ് ഷോ കാണിച്ചു. അടുത്ത് നിങ്ങൾക്കായിട്ട് ഫ്ലവർ ഷോ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാമെന്ന്. അപ്പോൾ എല്ലാം കൂടെ എടുത്താൽ ലോങ് ആയി പോകുന്നുള്ളതുകൊണ്ടാണ് എടുക്കാത്തത്. അപ്പോൾ ഇന്ന് നമുക്ക് ഫ്ലവർ ഷോ കാണാം കേട്ടോ. അവിടത്തെ അടിപൊളിയായിരുന്നു ഗൈസ്. പല രീതിയിലാണല്ലേ അത് ഓരോന്ന് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ വർഷം പോകുന്ന സൂപ്പർ ആണല്ലേ ഈ വർഷത്തത്. പക്ഷെ ഒരു പ്രത്യേകത രാത്രി ആയാലും നമുക്ക് ക്ലിയർ ആയിട്ടെല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഫോണിന്റെ പ്രത്യേകത കൊണ്ടുണ്ട്. നമ്മൾ അന്ന് ഒരു വെറും ചപ്പട്ട ഫോൺ കൊണ്ടാണ് നമ്മൾ അന്ന് പോയത്. പക്ഷെ ഇന്നെന്ന് ഇത് കൂടെ ഒരു ക്വാളിറ്റിയുള്ള ഫോണാണ്. അതുകൊണ്ട് ഇത്തിരി കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടി കേട്ടോ. രാത്രി ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടി കേട്ടോ. അത്ര കുഴപ്പമില്ലാതെ നമുക്ക് ഒരുപാടുണ്ട് കേട്ടോ. മാക്സിമം വീഡിയോ ഞങ്ങൾ ചുരുക്കിയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്ന് ബോറടിക്കത്തില്ലേ? അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ ചുരുക്കിയ കുറച്ച് ഭാഗമാണ് ഉൾപ്പെടുത്തിയല്ലേ ഏട്ടാ. കാണാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് കൂടുതൽ എടുത്തത്. എല്ലാം ഭംഗിയുണ്ട്, എന്നാലും അതിൽ നല്ല ലൈറ്റിന്റെ വെട്ടമൊക്കെ ഉള്ളതൊക്കെ നോക്കിയാണ് നമ്മൾ എടുത്തത് കേട്ടോ വീട്ടുകാരെ. എന്തുകൊണ്ടും ഇത് മൊത്തത്തിൽ കൊള്ളാം കേട്ടോ. നമ്മുടെ ഈ വസന്തോത്സവം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഉൾപ്പെടുന്നതാണല്ലോ ഒരു വസന്തം. അപ്പൊ നമുക്ക് ഫ്ലവർ ഷോയും കൂടെ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ഈ ഒരു വസന്തകാലം നമ്മൾ കറക്റ്റ് ആവത്തുള്ളൂ. നല്ല അടിപൊളി ഫ്ലവർ ഷോ തന്നെയായിരുന്നു. എന്തുകൊണ്ടും സൂപ്പറായിരുന്നു. ഇവര് മത്സരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് പോകുമ്പോളേ അവര് പാലോട് നമ്മള് ബൊട്ടാണിക്കൽ ഗാർഡനും അങ്ങനെയൊക്കെ ഒരുപാട് നഴ്സറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ നഴ്സറികളുണ്ട് അവിടെ. ഒരുപാട് നഴ്സറികളുടെ അത് പ്രോഡക്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചും പറയും നമ്മള് കേട്ടോ. ഗാർഡൻ സെറ്റപ്പ് ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയായിരുന്നു. നമ്മളെല്ലാം ഇതൊക്കെ നമ്മളെ സിനിമകളിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെയുള്ള സ്റ്റൈൽ പൂക്കളൊക്കെ കാണുന്നത്. സത്യം തന്നെ പാട്ട് സീരിയലൊക്കെ കാണുകണക്കല്ലേ. പാട്ട് സീരിയലൊക്കെ കാണുകണക്ക് എന്ത് രസമുണ്ട്. ഇവിടെ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഇടുന്ന നായികമാരൊക്കെ ഞാൻ വന്ന് അങ്ങോട്ട് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മള് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. അതായത് ബോട്ടാണിക്കൽ ഗാർഡൻ നഴ്സറി നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ബോട്ടാണിക്കൽ മ്യൂസിയം ആൻഡ് സൂ ബോട്ടാണിക്കൽ ഗാർഡൻ അവരുടെ ഏർപ്പാട് ഡെക്കറേഷൻ. പിന്നെ സത്യം ഇതൊക്കെ കാട്ടിൽ കിടക്കും. ഇതിന്റെയൊക്കെ ആ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ എടുത്തു വെച്ച് അതിനെ അത്രയും പരിപാലിച്ചു കൊണ്ട് നിർത്തുമ്പോൾ മാത്രമാണ് അത്രയും ഭംഗി വരുന്നത്. നമ്മളങ്ങനെ ചെയ്യാൻ നോക്കിയാൽ നമ്മളെ വീട്ടിന്റെ ചുറ്റായം ഫുള്ള് പൂക്കളാക്കാൻ നോക്കി. നമ്മളെ കൊണ്ട് പറ്റിയില്ല. പക്ഷെ കുറെ നാൾ ഉണ്ടായിരുന്നല്ലേ. നല്ല വെയിൽ വന്നപ്പോഴത്തേക്ക് എല്ലാം പോയി. ഇതൊക്കെ നോക്കിയാൽ കാട്ടു പോവാ ഇതൊക്കെ തന്നെ. നിർത്തിയിരിക്കുന്നത് വേറെ ലെവല്. ജമന്തി കുഞ്ഞൻ ജമന്തി എന്തുകൊണ്ടും വളരെ ഭംഗി തന്നെയാണ് കാണാൻ. എന്ത് വേറെ ലെവല് തന്നെയാണ്. എല്ലാ ചെടിയും ഉണ്ടായിരുന്നു. റോസാവും ജമന്തി ചെടി ഉണ്ടായിരുന്നു. എന്താ ഇവിടെ കണ്ണിന് കുളിർമ നൽകുന്ന അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണല്ലേ ഇതൊക്കെ എന്ന് പറയുന്നത്. കുട്ടികളൊക്കെ പോയിട്ട് എപ്പോഴും പൂവിൽ ചെന്ന് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും അവര് ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങൾ അവിടെ സെക്യൂരിറ്റി ഇരിപ്പുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ തൊടുമ്പോഴൊക്കെ പിന്നെ നമ്മുടെ കൊച്ചു കുട്ടികൾ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അവർക്ക് അതൊരു അവര് ചിലപ്പോ ഇത്രയും കണ്ടിട്ടില്ലായിരിക്കും. നോക്കുമ്പോ അവർക്കൊരു സന്തോഷം. അപ്പൊ അവരങ്ങനെ അത് പറിച്ചെടുക്കാൻ നോക്കും. പക്ഷെ ഇവിടെ അത് വളരെ എത്ര നമ്മൾ പറയുന്നുണ്ടായിരുന്നു തുടരുത് എന്ന് പറഞ്ഞു. ആരും ഇതിന്റെ അടുത്ത് പോരുതെന്നാണ് അവര് സെക്യൂരിറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ സിനിമ സ്റ്റൈലായിപ്പോ അല്ലേ വാച്ചി. എല്ലാം വിരിഞ്ഞ് നിൽക്കണം കാണുമ്പോ വേറെ ഒരു അകത്ത് കയറാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ നിന്നെ നിർത്തിയേക്കാൻ നിങ്ങളെല്ലാരും നിർത്തിയേക്കാൻ നമുക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. അതല്ല രാത്രി ആയതുകൊണ്ട് തിരക്കായതുകൊണ്ട് നമ്മൾ പിന്നെ വീഡിയോ എടുത്ത് അങ്ങ് പോയതാണ് കേട്ടോ. ഞാൻ ലൈറ്റ് ഇടാൻ മറന്നു. എന്നാലും കുഴപ്പമില്ല. എനിക്ക് വയ്യ. എന്താ പൂവിനെ കുറിച്ച് നമ്മൾ ഇനി പറയേണ്ട കാര്യമില്ല. ഞാൻ ഇനി എന്താ പറയാ, നമ്മൾ എന്ത് പറയും. എന്താ പറയാ, പുതിയ ഐറ്റംസ് ചെടികൾ നമ്മൾ കാണാത്ത ഒത്തിരി ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കാണാൻ കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഐഡിയകൾ കിട്ടും കേട്ടോ.
പിന്നെ ഒരുപാട് പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് പൂക്കൾ കാണാം. അല്ല ഇതൊക്കെ കണ്ട് കണ്ട് നടക്കുമ്പോൾ അസ്പെയർ ഇൻസ്ട്രക്ഷൻ എന്താ വെള്ളായണി അസ്പെരാഗസ് അതൊരു നഴ്സറിയാണ്. എന്തൊരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിയം ആൻഡ് സൂ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇതൊക്കെ ഓരോ ടീമുകൾ ചെയ്തു വെച്ചിരിക്കുന്നു. ഓരോ ഭാഗക്കാരുടെയാണെന്ന് തോന്നുന്നു. അതെ തന്നെ ചെടിയല്ലേ അതൊക്കെ ഓരോ ടൈപ്പ് ചെടി. ഇതൊക്കെ നോക്കി നമ്മുടെ ഇവിടുത്തെ കാട്ടുചെടികൾ. അതാണ് ചോദിച്ചത്. എല്ലാം ഫുള്ള് കാട്ടുചെടികളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ അതൊക്കെ അതിൻ്റെതായ വാല്യൂ കൊടുത്ത് അവർ ചെയ്തിരിക്കുന്നതാണ്. സത്യം തന്നെ. നമുക്ക് പിന്നെ ഇവിടെയൊക്കെ കാട്ടുചെടി തോന്നും. എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു. ഇലച്ചെടികള്, പൂക്കുന്നത്, കായ്ക്കുന്നത് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലല്ലോ ചോദിച്ചാലും. അതിന് നിനക്ക് കാണാൻ നേരം ഉണ്ടായിരുന്നു. അതിന് നമ്മളെ അച്ഛൻ പിരിഞ്ഞു പോയില്ലേ? അച്ഛൻ പിരിഞ്ഞു പോയി. പോയിട്ട് അവര് പറഞ്ഞു തുള്ളിക്കോട് ഓടിയത്. ഞാൻ പിന്നെ എനിക്ക് വീഡിയോ എടുക്കണ്ടേ, എനിക്ക് ചെടിയിലെ വീഡിയോ എടുക്കണമായിരുന്നു. ഞാൻ അതുകൊണ്ട് ചെടികളെ വീഡിയോ വിൽക്കാനും ഉണ്ടായിരുന്നല്ലേ? കച്ചവടം ഉണ്ടായിരുന്നല്ലോ ചെടിയില്, വിൽപ്പന ഉണ്ടായിരുന്നു. ലാസ്റ്റ് എത്തുമ്പോ അവിടെ വിൽപ്പന ഉണ്ടായിരുന്നു. നമ്മളെ പഴയ വീഡിയോയില് നമ്മളത് കാണിച്ചിട്ടുണ്ട് വിൽപ്പന. എന്താ പറയാ കൂട്ടുകാരെ, പൂവിനെ കുറിച്ച് നമ്മൾ എന്തിനിരുന്ന് വിവരിക്കാൻ. പല ടൈപ്പിലുള്ള ചെടികൾ തന്നെയാണ്. അതെ, സൂര്യകാന്തി ഉണ്ട്, ജമന്തി ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ജമന്തികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതെ, പിന്നെ നമ്മൾ ഫ്രെയിം ചെയ്യാൻ വേണ്ടി നമ്മളെ ഫോട്ടോ ഫ്രെയിം ആയിട്ടൊക്കെ ഒരുപാട് സ്ഥലത്ത് ചെടികൾ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരാൾ അകത്ത് കയറി നിൽക്കാൻ പറ്റുന്ന ഒരുപാട് ഫ്രെയിമുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ. ഇതൊക്കെ നോക്കി ഫോട്ടോ എടുക്കാൻ കിടക്കില്ല. ഇവിടെയൊന്നും നമുക്ക് മീനൂട്ടിയും വാവച്ചയൊന്നും കിട്ടിയില്ല, അവർ ഓടിക്കളഞ്ഞു. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാറ്. പിന്നെ നമ്മുടെ തെങ്ങ് മോഡലുള്ളത് ഇതൊക്കെ കണ്ടത് നോക്കി. ഇത് തെങ്ങാണോ അതോ തെങ്ങ് മോഡലുള്ള ചെടിയാണോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇതിൻ്റെ പേരുകളൊന്നും നമുക്കറിയത്തില്ല. ഇതൊക്കെ കാണുന്ന ഇലച്ചെടികളാണ്. അടിപൊളി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇലച്ചെടികള് രണ്ടെണ്ണം സൂപ്പർ തന്നെ. നോക്കിയേ, ഇതിന്റെ ഇടയിൽ കൂടെ മീനുവിനെ ഒന്ന് ഓട്ടിക്കണമായിരുന്നല്ലേ? ഒരു സിനിമ സ്റ്റൈൽ വീഡിയോ ഒക്കെ എടുക്കായിരുന്നു, ഫോട്ടോഷൂട്ട് പോലെ. സത്യം തന്നെ കേട്ടോ. ഈ ചെടികൾ കണ്ട് 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 എല്ലാവരും കാലും കഴിച്ച് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയ എല്ലായിടത്തും ഇരിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ഷീണിക്കുന്ന ആൾക്കാർക്ക് അവിടെ ഇരിക്കാം. അതിന്റെ ഇടയ്ക്ക് താൻ നോക്കി പൂക്കൾ കൊണ്ടുവരും. ഇന്ത്യ സ്റ്റാറാണ് കാന്താരി. അത് ഇന്ത്യ. അയ്യോ, ആൾക്കാർ കളിയാക്കും. അതെന്താ ഇത് സ്റ്റാറാ? അവിടെ വാല് കണ്ടിട്ടാണ് സ്റ്റാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ത്യ കാന്താരി. അയ്യേ, പോട്ട്. മക്കളെ ഒന്നും പറയരുത് കേട്ടാ. നിങ്ങൾ ആരും കമന്റിലൊന്നും ഒന്നും പറയല്ലേ, പാവല്ലേ. അപ്പം ഇതൊക്കെ പല ടൈപ്പിലുള്ളതാണ്. നോക്കി കൂട്ടത്തിലാറ്റ് നല്ല സൂപ്പർ ചെടികൾ. ഇത് കണ്ട, ഇത് നമ്മൾ ഇതൊക്കെ നമ്മൾ വരുന്ന എല്ലാം എടുത്തോണ്ട് പോകുന്നത്. എല്ലാം അവരവരെ നഴ്സറിക്കാരുടെ സാധനങ്ങളാണ്. അവർ ലോഡ് കൊണ്ടുവരിക, ലോഡ് തിരിച്ചു കൊണ്ടുപോവുക, കാണിക്കുക. നമ്മളെ കൂട്ടുകാർക്ക് വേണ്ടി കാണിക്കാൻ കൊണ്ടുവരുന്നു, തിരിച്ചവർ കൊണ്ടുപോകുന്നു. അല്ലേ? അതിലൊക്കെ ലോറിയിൽ കൊണ്ടുപോകും. ഇതൊക്കെ കണ്ട, ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ മാത്രം കാണുന്നത്. ഇവിടെ ഇപ്പോഴൊക്കെ ഒരുപാട് കുറവാണ്. ഒരുപാട് റോസ, ഇവിടെ സൂര്യാന്തി, സീനിയൊക്കെ ഉണ്ടായിരുന്നു. സീനിയ ചെറിയ മരങ്ങളുണ്ടല്ലേ കുഞ്ഞു. ഇതിന്റെ ബയോ എന്താണത്? നമ്മളെ ചെറിയ മരങ്ങളെ ആക്കി വെച്ചിരുന്ന ബോൺസായി കൊണ്ടുപോട്ടോ. അത് വീട് എടുത്ത് അത് കൊറേ കഴിഞ്ഞാലേ എടുത്ത് ആ മരങ്ങളെ എടുത്തല്ല. പിന്നെ നമ്മ കണ്ണും കണ്ടല്ലേ എടുത്തത്. നമ്മ കണ്ണും കൊണ്ട് അതെ. ഇത് നോക്കിയേ, നമ്മൾ ആട്ടി പൊടി ചെടിയായിട്ട്. ഇത് അവിടെ തന്നെയാണ്. ഇതൊക്കെ കാണാതെ നീ ഓടിക്കളഞ്ഞു. ഇത് കണ്ട, ഇത് പുക്കൂസിന്റെ ബോൺസായി. അത് ബോൺസായി ചെടികൾ. ഇത് കണ്ട, 35 വർഷം 55 വർഷമൊക്കെ പഴക്കമുള്ള, 65 വർഷം പഴക്കമുള്ള, 75 വർഷം പഴക്കമുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു. മരങ്ങൾ കുഞ്ഞു മരങ്ങൾ, കുഞ്ഞൻ മരങ്ങൾ. ഇത് ആലൊക്കെ നോക്കി. ഇതൊക്കെ ഫോട്ടോഷൂട്ടിന് വേണ്ടി പറ്റിയതായിരുന്നു. ഇതാ കണ്ട, നമ്മുടെ ആളിന്റെ മൂട്ടിൽ നിന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന കണക്കായി.
അടിപൊളിയാണ് എൻ്റെ പൊന്നോ. അയ്യോ ഇന്നെ തള്ളിയിടേ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കൊട്ടാരത്തിനകത്തോട്ട് പ്രവേശിച്ചല്ലേ. കൊട്ടാരത്തിനകത്ത് ഒരു സൈഡിലായി ചെയ്തിരിക്കും, ഒരു അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂമുകളിൽ ചെയ്തിരിക്കുന്നത്. റോസയും അങ്ങനെയുള്ള ഓരോ ചെടികളും ഓരോ ഡെക്കറേഷൻ വർക്കുകൾ, പിന്നെ അത് ഫോട്ടോ ചെയ്യാനും ഫോട്ടോ ഷൂട്ടായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തരും നിർത്തി ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സൗകര്യത്തിനായിട്ട് ചെയ്തിരുന്നതാണ് കേട്ടോ. രണ്ട് സൈഡും ഉണ്ടായിരുന്നു, വളരെ ചെടികൾ ഒരുപാട് നിറച്ചുണ്ടായിരുന്നു. സൂപ്പർ തന്നെയാണ് അല്ലേ മീനുട്ടി? എല്ലാം കാണാൻ പറ്റും. അടിപൊളിയല്ലേ മീനുട്ടി? മീനുക്ക് ഇഷ്ടപ്പെട്ട മീനുട്ടി? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വീട്ടിൽ നേരത്തെ അതിന് ഫ്ലവർ ഷോ കണ്ടിട്ടുണ്ടല്ലോ. എന്നെക്കാളും കൂടുതൽ ഇന്നുണ്ടാ. ആഹാ, അപ്പൊ നമുക്ക് ഇനിയുള്ള ഫ്ലവർ ഷോസ് കാണിച്ചു കൊടുക്കാന്ന് പറ. ഇനി നമ്മളെ കൊണ്ട് ഫ്ലവർ ഷോ നോക്കി. സൂപ്പർ പൂ. ഇത് ഓരോ തട്ടടിച്ചിട്ട് പൂക്കൾ വെച്ചു. നമ്മളങ്ങനെ അവിടെ നിന്ന് പുറത്ത് ചാടിക്കാൻ നോക്കിട്ട് ആമ്പലൊക്കെ ഉണ്ട്. ആമ്പൽക്കുളം കണ്ടോ? പിന്നെ അല്ലാതെ ഡെക്കറേറ്റ് ചെയ്ത് ചെടികൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതെ, ഇത് നമ്മൾ അത്ത പോലെ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ. നമ്മൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് നടന്നപ്പോഴത്തേക്ക് വിചാരിച്ചു ചെറിയൊരു വീഡിയോ നിങ്ങൾക്കായിട്ട് എടുത്തു തരാമെന്ന്. അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.